ഐസ്ലൻഡിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് വൻ നാശനഷ്ടം ഉണ്ടാക്കുകയും മനുഷ്യജീവനും വീടുകൾക്കും ആപത്തുമായ ഗുരുതര ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 4 ആഴ്ചയ്ക്കിടെ ഇത് 2ാം തവണയാണ് ഐസ്ലൻഡിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത്. ലാവ ഇത്തവണ തീരദേശ പട്ടണങ്ങളിലെത്തി വീടുകൾക്ക് വൻ നാശനഷ്ടം വിതച്ചതായും പറയുന്നുണ്ട്. 2021 മുതൽ ദ്വീപിൻ്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുണ്ടായ 5ാമത്തെ പൊട്ടിത്തെറിയാണിത്. അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവ തുപ്പുകയും ഭൂമിയിൽ പുതുതായി തുറന്ന വിള്ളലുകളിൽ നിന്ന് തീ തുപ്പുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് തീരദേശ പട്ടണമായ ഗ്രീൻഡാവിക്കിനെ ഒഴിപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഐസ്ലാൻഡ് ബ്രോക്സ്റ്ററിൽ നിന്നുള്ള ഒരു ഏരിയൽ ഫോട്ടോയിലാണ് ലാവ വീടുകൾക്ക് തീപിടിക്കുന്ന ചിത്രങ്ങളിൽ കാണുന്നത്. അവിടെ ഒരു സ്ഫോടനം ആസന്നമാണെന്ന് മുന്നറിയിപ്പ് നൽകിയ ഭൂകമ്പ പരമ്പരയെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി 4000 ആളുകളോട് വീട് വിട്ട് ഒഴിയാൻ പറഞ്ഞിരുന്നു. റെയ്ക്ജാവിക്കിൻ്റെ തെക്കു പടിഞ്ഞാറുള്ള റെയ്ക്ജാഗ്നീസ് പെൻസിലിയനിൽ അഗ്നിപർവ്വത സ്ഫോടനം ആരംഭിച്ചത് രാവിലെ 7:30 എന്നാണ് വിവരം. ഗ്രീൻഡാവിക്കിന് ഏതാനും 100 മീറ്റർ വടക്ക് നീളമുള്ള വിള്ളലിൽ നിന്ന് ആദ്യത്തെ ലാവ പുറത്തേക്ക് ഒഴുകിയതായും പറയുന്നുണ്ട്. തുടർന്ന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആ പ്രദേശം തിളങ്ങുന്ന ലാവയിൽ നിറഞ്ഞതായും പറയുന്നു. ലാവ ഇപ്പോൾ പട്ടണത്തിലേക്ക് ഒഴുകുകയാണ്. ഇതിനാൽ ലാവ കാണാൻ നടത്തരുതെന്നും ഐസ്ലാൻഡിലെ കാലാവസ്ഥാ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം ഇനിയും ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വിനോദസഞ്ചാരികളോടും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യജീവനുകൾ അപകടത്തിലാണെന്നും എന്നാൽ പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങളും സ്വത്തുക്കളും ഗുരുതരമായ പ്രശ്നത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഐസ്ലാൻഡ് പ്രസിഡന്റ് ഗുഡ്നി ജോഹന്നാസൺ സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പങ്കുവച്ചിട്ടുണ്ട്.